ദിവ്യബോധനം ഗ്രന്ഥാവലിയിലെ വിശ്വാസദീപ്തി എന്ന പുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റ് വിശ്വാസവും ആധുനിക പ്രതിഭാസങ്ങളും. ആ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് ആധുനിക കൾട്ടിക് ആരാധന സമൂഹം. ലോകമത പശ്ചാത്തലങ്ങളിൽ സാധാരണമായ ആരാധന രീതികളിൽ നിന്നും മാറി തീവ്രവും ദുരൂഹവുമായ സ്വഭാവം കൈവരിക്കുന്ന സമൂഹങ്ങളാണ് കൾട്ടിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിർവചനവും വിശദീകരണം. കൾട്ട് എന്ന പദം ഫ്രഞ്ചിൽ നിന്നും കൾട്ടസ് എന്ന പദം ലാറ്റിൽ നിന്നും ഉണ്ടായതാണ്. ഇതിന് കൃഷി ചെയ്യുക, ടു കൾട്ടിവേറ്റ്, അല്ലെങ്കിൽ ദൈവങ്ങളെ ആരാധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അസാധാരണവും തീവ്രവുമായ വൈകാരിക ദുരൂഹ ഒരു പ്രത്യേക വ്യക്തിയോടോ ആശയങ്ങളോടോ ഉള്ള അമിതമായ ഭ്രമം എന്നിവ ഇവയുടെ പ്രത്യേകതയാണ്. ഇതിൻ്റെ ലക്ഷ്യം പരമ്പരാഗത മതങ്ങളിൽ ജീർണതയും ആത്മീയ ശൂന്യതയും മുതലെടുത്ത് ആളുകളെ ആകർഷിക്കുന്നു. മോർമോണിസം, സാത്താൻ ആരാധന തുടങ്ങിയവ ഇതിൻ്റെ ഉദാഹരണമാണ്. ഇവർ പലപ്പോഴും ക്രിസ്തീയ ലേബലിലാണ് പ്രവർത്തിക്കുന്നത്. വൈകല്യങ്ങൾ. കൾട്ടിക് ഗ്രൂപ്പുകൾ വ്യക്തികളിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ദോഷകരമായ വശങ്ങൾ താഴെ പറയുന്നു. വിശ്വാസപരമായ തെറ്റുകൾ. വിശുദ്ധ തൃത്വത്തെ നിരാകരിക്കുകയും ബൈബിൾ വാക്യങ്ങളെ ദുർവാക്യം ചെയ്യുകയും ചെയ്യുന്നു. ഇവർ ക്രിസ്തു മതത്തിൻ്റെ ശത്രുക്കളായി നിലകൊള്ളുന്നു. ചൂഷണം. ആധുനിക സാങ്കേതിക വിദ്യയും ഉദാഹരണത്തിന് ഡാർക്ക് വെബ് ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയും മുതലെടുത്ത് യുവാക്കളെ പ്രലോഭിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ നിഷേധം. സ്വതന്ത്ര ഇച്ഛയെ തടസ്സപ്പെടുത്തുകയും ഒരു നേതാവിൻ്റെ വാക്കിന് മാത്രം അമിതമായ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. സന്മാർഗിക തകർച്ച. ലഹരി ഉപയോഗം, വികലമായ ലൈംഗിക സംസ്കാരം എന്നിവയെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു. യുക്തിക്കോ വിശ്വാസത്തിനോ ഇവിടെ സ്ഥാനമില്ല. പരിഹാര മാർഗങ്ങൾ. കൾട്ടുകളുടെ സ്വാധീനത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുവാൻ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നു. സത്യവിശ്വാസ പഠനം. ശരിയായ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുക. ക്രിസ്തീയ സ്നേഹം. സഭ അതിൻ്റെ ദൗത്യം മറക്കാതെ സ്നേഹത്തോടെ പ്രവർത്തിക്കുക. കാരുണ്യ പ്രവർത്തനങ്ങൾ. രോഗികൾ, ദരിദ്രർ, അശരണർ എന്നിവരോട് അനുകമ്പ കാണിക്കുകയും അവർക്കായി നിലകൊള്ളുകയും ചെയ്യുക. ലളിത ജീവിതം. ആഡംബരവും ധൂർത്തും ഒഴിവാക്കി ലളിതമായിട്ടുള്ള ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുക. ഈ പാഠത്തിൻ്റെ കൺക്ലൂഷൻ. ആധുനിക കാലത്തിലും കൾട്ടുകൾ മനുഷ്യരാശിക്ക് ഭീഷണിയായി നിലകൊള്ളുന്നു. അതിനാൽ ക്രൈസ്തവ സഭകൾ ജാഗ്രതയോടും ദൈവവിശ്വാസത്തോടും സാക്ഷ്യം നിർവഹിക്കേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നന്ദി.